ഈ ഒരു വിശുദ്ധ ദിവസത്തിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസത്തിൽ വിശുദ്ധ ആരാധനയ്ക്കൊക്കെ ശേഷം ഈ ദേവാലയത്തിൻ്റെ പാരീഷ് ഹാളിൽ നിർവഹിക്കപ്പെടുമ്പോൾ വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ടവർ ഈ ഒരു കുടുംബ കൂട്ടായ്മയുടെ പേരിൽ ഒരുമിച്ച് ഒരു സ്നേഹത്തിൻ്റെ തണലിലേക്ക് ആയിരിക്കുമ്പോൾ ആദ്യമേ തന്നെ ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഇങ്ങനെയൊരു കൂട്ടായ്മ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കുകളിലാകാനായിട്ടുള്ള സാധ്യതകളൊക്കെയുണ്ട്. എന്നാൽ ഒരു കുടുംബത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളൊന്ന് ചേരുക എന്ന് പറയുമ്പോൾ അത് നമ്മളുടെയൊക്കെ ഉള്ളിൽ നൽകുന്ന ഒരു വലിയ സന്തോഷം. ഇത് ഞാനിങ്ങനെ നിന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇന്നലെ ഞാൻ ഉൾപ്പെടുന്നതായ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു യോഗം, ഒരു ഓണാഘോഷവും വാർഷികവും ഒക്കെ ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമായിട്ട് എൻ്റെ വീട് തിരുവഞ്ചൂരാണ്. ഒരു നന്മ, ഒരു നല്ല പാരമ്പര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഒറ്റയൊരു കാര്യം കൂടി ഒന്ന് ചേർന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ കുടുംബയോഗത്തിലേക്ക് ഒരുപക്ഷെ വിവിധ കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിക്കാത്തതായ ഒത്തിരിയേറെ ആളുകൾ കാണും. കുടുംബയോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ടോ? അങ്ങനെ അസൗകര്യമുള്ളവരുള്ളൂ. ഓക്കെ, ഇനി മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ. നമ്മൾ പല പല വ്യക്തിത്വങ്ങളാണ് അല്ലെ. ഓരോ വ്യക്തി എന്ന് പറഞ്ഞാൽ അല്ലെ അവര് ഡിഫറെന്റ് ആണ്. അപ്പോ അവരുടെ ചിന്തകള്, അവരുടെ സ്വഭാവങ്ങള്, രീതികളിലൊക്കെ വ്യത്യാസമുണ്ട്. പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കുടുംബ സംഗമത്തിൽ നിന്ന്, ഈ കുടുംബയോഗങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി നിൽക്കാൻ ഒരു 100 കാരണങ്ങളുണ്ടാകും അല്ലെ. നമുക്ക് ഇഷ്ടം പോലെ ഓർക്കുക. ഇപ്പൊ കയറി വരുന്ന ഒരാള് പതുക്കെ കയറി വരുമ്പോൾ അയാൾക്ക് തോന്നുക, ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ യോഗ നടപടികൾ ആരംഭിച്ചു, ഇനി ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞ് ഒരാൾ തിരിച്ചു പോയാൽ അയാളെ തടയാൻ പറ്റുമോ? അയാളുടെ ഭാഗത്ത് ചിന്തിക്കുന്നതിൽ ശരിയാ. അയാൾ വരുന്നതിന് മുമ്പ് നമ്മൾ സമയമൊക്കെ വെച്ചു എന്ന് പറഞ്ഞാലും അയാളുടെ ഈഗോയിൽ നിന്ന് അയാൾ പറയുകയാണ്, ഞാൻ വരുന്നതിന് മുമ്പ് യോഗ ആരംഭിച്ചു, അല്ലെ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് എനിക്ക് വേണ്ട പരിഗണന നൽകിയില്ല, എന്നെ ഇവിടെ പ്രധാനപ്പെട്ടവരാരും എന്നെ വന്ന് സ്വീകരിച്ചില്ല. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് എണ്ണിയാൽ ഒതുങ്ങാത്ത വിധത്തിലുള്ളതായ ഒരു 100 കാരണങ്ങൾ വേണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഈ കുടുംബത്തിലേക്ക്, ഈ കുടുംബ സംഗമത്തിലേക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ ഒരൊറ്റ കാരണം മാത്രം മതി. ഏത് കാരണം അറിയാം? സ്നേഹം എന്നുള്ള ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ച് എനിക്ക് ഇന്നിവിടെ വരണം, എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളെ കാണണം, എനിക്ക് സ്നേഹം പങ്കിടണം, പരസ്പരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, പഴയ കുറെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒന്ന് അയവിറക്കണം, പുതിയ തലമുറയ്ക്ക് ഈ കുടുംബം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ സ്നേഹമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മറ്റെല്ലാ പ്രതിബന്ധങ്ങളും അവിടെ മാറി നിൽക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് നമ്മളെ ഒക്കെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 30 മുതൽ 35 വരെയുള്ളതായ വേദഭാഗത്ത് യേശുവിന്റെ അടുക്കൽ വന്ന് കുറെ ആളുകൾ പറയുന്നുണ്ട്, നിന്റെ അമ്മയും സഹോദരന്മാരും ഇതാ പുറത്ത് നിന്നെ അന്വേഷിക്കും.